ഒരു ദിവസം നമ്മുടെ വീട്ടിൽ അമ്മല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഇത് 18 ദിവസം രാപ്പകൽ സമരം നടത്തുമ്പോൾ വീട്ടിലെ അവസ്ഥകളും അതെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുള്ള ഒരു സമരം തന്നെയല്ലേ? അതെ, വീട്ടിലെ അവസ്ഥകളെല്ലാം മാറ്റിവെച്ചിട്ടുള്ള സമരമാണ്. രാവിലെ നമ്മൾ ജോലിയെന്നും പറഞ്ഞ് ഇറങ്ങുന്നു. ആ ഇറങ്ങുന്നതിന് കൂലിയില്ല. ഇപ്പം ഞങ്ങൾക്ക് 3-4 മാസത്തെ 5 മാസത്തെ അല്ലേ 3 മാസത്തെ കൂലി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കൂലി ചോദിച്ചു വന്നു. ഞങ്ങളുടെ അർഹതപ്പെട്ട കൂലിയാണ് ചോദിച്ചു വന്നത്, അല്ലാതെ കൂടുതൽ ഒന്നും ഞങ്ങൾ ചോദിച്ചില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഞങ്ങൾക്ക് 62 വയസ്സ്. ഞാൻ 93-ൽ കയറിയതാണ് MSS ആയിട്ട്. എനിക്ക് 62 വയസ്സായി എന്നെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കണോ? മക്കളൊരു കുടുംബമായി, മക്കൾ നമുക്ക് തരൂ. ഇന്നത്തെ കാലത്തുള്ള കാര്യങ്ങൾ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങൾ, ഇന്നത്തെ ജീവിതങ്ങൾ എല്ലാവർക്കും ലോകം മൊത്തം അറിയാം. അപ്പോൾ വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ അധ്വാനിച്ചതായിട്ട് എനിക്ക് 1 രൂപ വേണം. ആ അർഹത മാത്രമേ ചോദിക്കാൻ ഞങ്ങൾ വന്നുള്ളൂ. ഞങ്ങൾ കൂടുതലൊന്നും, ഞങ്ങൾക്ക് 230 രൂപ കൊണ്ട് ഒന്നിനും പറ്റില്ല. എനിക്ക് ഓട്ടയ്ക്ക് മാത്രം വേണം 250 രൂപ ഒരു ദിവസം. ഞാൻ ജോലിക്ക് പോയി എനിക്ക് 250 രൂപ ഓട്ടയ്ക്ക് വേണം. ആ കൂലി ഈ 250 രൂപ പിന്നെ എനിക്ക് ഒരു മാസം ആകുമ്പോൾ എന്തോന്ന് കിട്ടുമെന്ന് വേണം. അതും അവർ 10 റൈറ്റ് എന്തോന്നൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറേ നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വാർഡ് തല മീറ്റിംഗ്, പിന്നെ വേറെ എന്തൊക്കെ കൂടിക്കഴിഞ്ഞ വേറെ എന്തോന്നാണ് അവലോകനം, വാർഡ് തലം ഇട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. 10 ക്രൈറ്റീരിയ ഇട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ 50 വീട് വിസിറ്റ് ചെയ്യണം പ്രത്യേകിച്ച്. ഇതൊന്നും നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 700 രൂപ വെച്ച് അത് കംപ്ലീറ്റ് ആയി പിന്നെ കിട്ടുന്ന 2000 അല്ലെങ്കിൽ 3000. അതിൽ ക്രൈറ്റീരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ഒന്നും കിട്ടാനില്ല. ഈ ഒന്നും കിട്ടാതെ ഞാൻ വണ്ടിക്കാർക്ക് എന്തോന്ന് കൊടുക്കും? വണ്ടിച്ച് മുഖ്യ ദിവസവും കടം വെച്ചാണ് പോകുന്നത്. കടം വെച്ച് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനൊന്നുമില്ല. ഈ കിട്ടുന്ന കാശ് വണ്ടിക്കാർക്ക് കൊടുക്കും. അപ്പം ഞാൻ തുറന്നു പറയാം, എൻ്റെ വീട്ടിൽ മീൻ വാങ്ങിയിട്ട് 3 മാസത്തിൽ കൂടുതലായി. ഞാൻ തുറന്നു പറയണം, സത്യം ചെയ്ത് പറയണം, 3 മാസത്തിൽ കൂടുതലായി. മുഖ്യ ദിവസവും കഞ്ഞിയും ചമ്മന്തി. കഞ്ഞി 1 കിലോ തേങ്ങയ്ക്ക് 85 രൂപ 90 രൂപ നമ്മുടെ അവിടെ. മുഖ്യ ദിവസവും ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ 20 ദിവസം കഞ്ഞിയും ചമ്മന്തിയാണ്. പിന്നെ 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 30 രൂപ വെച്ചാൽ 3 ദിവസമായിട്ട് എടുക്കും ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ കഴിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച അവകാശം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത്, ഞങ്ങൾക്ക് അതിലപ്പുറം ഒന്നും വേണ്ട. ഞങ്ങൾക്ക് അർഹത പെട്ടത് കിട്ടിയേ പറ്റുള്ളൂ. അത് കിട്ടിയാലേ ഇവിടുന്ന് പോവുകയുള്ളൂ. അത് കിട്ടാതെ പോയി ഇവിടെ കിടന്ന് മരിച്ചാലും ശരിയല്ല. അത് കിട്ടിയതിന് ശേഷം ഞങ്ങൾ പോവുള്ളൂ. ഞങ്ങളെ ഒരു പാർട്ടിക്കാരോ ഒരു മറ്റുള്ള സാമൂഹ്യ പ്രവർത്തകരോ ഒന്നുമല്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു കൊടി ഉണ്ടാന്ന് നോക്കണം മാഡം. ഏതെങ്കിലും ഞങ്ങൾ ഒരു കൊടിയുടെ കീഴിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് കൊടിയില്ല. ഞങ്ങൾക്ക് യൂണിയൻ മാത്രമേ ഉള്ളൂ, പാർട്ടിയില്ല. പാർട്ടി പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ 3000 ആൾക്കാരുണ്ടെങ്കിലും 2600 ഇഷ്ടം ആൾക്കാരുണ്ട്, ആശാവർക്കർമാരുണ്ടെങ്കിലും പലർക്കും പല യൂണിയനും പാർട്ടിയാണ്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ ജോലി ചെയ്ത കാശല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ അല്ലാതെ ആരോടത്തും ഞാൻ അടിക്കാനോ പിടിക്കാനോ ഒന്നിനല്ല വന്ന്. ഈ കാല് സുഖമില്ലാത്ത ഞാനാണ്. എനിക്ക് BP എടുത്താൽ ഞാൻ കഴിക്കുന്ന ഗുളിയുണ്ടോ? ഇനിയും കഴിക്കാനുണ്ട് ഗുളിക. എനിക്ക് ഇനിയും കഴിയണം. ഈ ഗുളിക കഴിച്ചില്ലെങ്കിൽ എനിക്ക് കിടക്കാൻ പറ്റില്ല. ഫീൽഡിൽ പോയിട്ട് വന്നു. ഇപ്പോൾ ഒരെണ്ണേ കഴിച്ചുള്ളൂ. ഇനി ഈ 2 ഗുളികയും കൂടെ കഴിക്കാനുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഈ 3 ഗുളികയും കഴിച്ചാലേ എനിക്ക് ഒരു ദിവസം ഫീൽഡിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. നടുവേദന, കാലുവേദനയൊക്കെ. അങ്ങനെ ജീവിക്കുന്ന ഞങ്ങളെ എന്തിനാ വേണം ഇവരിങ്ങനെ ചതിക്കുന്നത്? എന്തിനാ ചതിക്കുന്നത്? അവരെല്ലാവരും നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത്. ഞങ്ങൾ വന്ന് 4-5 ദിവസമായില്ല. അതിനു മുമ്പേ 4ൻ്റെ അന്ന് PSC റിട്ടയർഡായി വീട്ടിലിരിക്കുന്ന 4 ലക്ഷം 3 ലക്ഷം വാരി കൊടുത്തു. ഇവർ എന്തോന്ന് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 2 ലക്ഷം എടുത്ത് ഞങ്ങൾക്ക് തരാത്തത്. ഈ എല്ലാ പ്രാവശ്യവും 3 മാസത്തെ പെൻഡിങ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതേപോലെ വന്ന് തലയെ കൈവച്ച് വിളിച്ച് ഒരു 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അയക്കും, ചിലപ്പോൾ അയക്കില്ല. ഇതിപ്പോൾ തുടരെ അയക്കാതെ വന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പം വന്നത്. ഇപ്പം ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഇപ്പം അവർക്ക് കൊടുക്കാൻ കാശുണ്ട്. പിന്നെ ഈ ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഈ ഫണ്ട് വന്നു? എന്തിനു മേഡം ഈ പാവങ്ങളെ ഇങ്ങനെ ഇട്ട് നരയിക്കുന്നു? അവർ വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഞങ്ങൾ പോകണം. എവിടെ ഒരു പരിപാടി വെച്ചാലും അവിടെ ആദ്യം മുൻനിരയിൽ ആശാവർക്കർമാർ വേണം. ആശാവർക്കർമാർ വരാത്തവരെ പേരെഴുതി കൊണ്ടുപോകും. ഇന്ന വാർഡിൽ നിന്ന് ഇന്നടത്തിൽ നിന്ന് ഇന്ന പഞ്ചായത്തിൽ നിന്ന് വന്നില്ല എന്നും പറഞ്ഞ് എഴുതിക്കൊണ്ട് പോകും. എന്തിനും ഇതൊക്കെ ഞങ്ങൾ പോയി സഹായിച്ചതല്ലേ, ഞങ്ങൾ പോയിട്ടുള്ളതല്ലേ, അവരുടെ ജോലി അവർ പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തതല്ലേ. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് തരുന്നില്ല? എന്തുകൊണ്ട് തരുന്നില്ല? ഞങ്ങൾക്ക് അതേ ചോദിക്കാനുള്ളൂ, എന്തുകൊണ്ട് തരുന്നില്ല?
ഒരു ഒത്തുതീർപ്പിന് വിളിച്ച് എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ മാന്യമായ രീതിയിൽ ഒന്ന് ഞങ്ങൾ മിനി മാഡത്തിനെയും ബിന്ദു മാഡത്തിനെയും സദാനന്ദ സാറിനെയൊക്കെ വിളിച്ച് ഒരു നല്ല ഒരു വാക്ക് പറയാമ്മ പറഞ്ഞൂടെ? പറഞ്ഞതിന് ശേഷം അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോയി ഇവിടെ കിടന്ന് മരിച്ചാലും ശരി തന്നെ, മരിച്ചിരുന്നാലും ശരി തന്നെ. എൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞ എന്തെന്നറിയാമോ, ഈ വയ്യാത്ത കാലം കൊണ്ട് നീ പോയി, നീ 93 മുതൽ നല്ല ആരോഗ്യത്തിൽ എൻ്റെ 25ാമത്തെ വയസ്സിൽ ഞാൻ ഇറങ്ങിയതാണ്. നീ വർഷം എത്രയെന്ന് നോക്കിയാണ്, ഇന്ന് എനിക്ക് 59 വയസ്സായി. നീ പോയി ചെയ്ത്, നീ ആർക്ക് വേണ്ടി ജോലിക്ക് പോയത്? നീ ജോലി ചെയ്ത കൂലി എവിടെ നിന്നാണ് ചോദിക്കുന്നത്? എൻ്റെ അടുത്ത് പോയി വാങ്ങിക്കൊണ്ടുപോവാ, ഞങ്ങൾക്ക് ഇനി കടം വാങ്ങിച്ച് വീട് ചെലവ് നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി നീ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വീട്ടിൽ നിന്ന് ദിവസവും ബാഗും തൂക്കി ഇറങ്ങുന്നു. നീ എവിടെയാണ് പോകുന്നത്? നീ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശില്ല, കാണാനില്ല. നീ എവിടെയാണ് പോകുന്നത്? നീ ജോലി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ ചെന്ന് നിന്റെ കൂലി വാങ്ങിച്ചോണ്ട് വീട്ടിൽ കയറിയാൽ മതി എന്നാണ് പറയുന്നത്. നിനക്ക് അർഹതപ്പെട്ടത് വാങ്ങിക്കൊണ്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മരിച്ചാലും ശരി തന്നെ, ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ പോവുള്ളൂ. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല ഇരിക്കുന്നത്. ഞങ്ങൾ ആരും പിന്തിരിവിച്ച് കൊണ്ടുവന്നതല്ല. ഒരു പൊടി കൊണ്ടാ മേഡം ഏതെങ്കിലും ഒരു ആശാ വർക്കറിന്റെ കയ്യിൽ ഇതാണ് എൻ്റെ ആശാ ഐഡി, ഇത് അവർ കൊറോണ സമയത്ത് തന്ന സമ്മാനമാണ്. നമ്മളെ ഈ സർക്കാർ കൊറോണ സമയത്ത് തന്ന സമ്മാനമാണ് കേട്ടോ. ഇതാണ് ആശാ വർക്കറിന്റെ എൻ്റെ ID കാർഡ്. ഇതാണ് കൊറോണ സമയത്ത് ഞങ്ങൾക്ക് തന്ന വലിയ മാലാഖമാരെന്ന് ഞങ്ങളെ പറഞ്ഞു. മാലാഖമാർ എന്തിനീ പേരും വെയിലത്തിരുത്തിക്കുന്നത്? എന്തിനാ ഇരുത്തിക്കുന്നത്? ഡൽഹിയിൽ പോയി എല്ലാം ഞങ്ങൾ താഴെ തട്ടിലുള്ളവർ ചെന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇവർ മുകളിൽ തട്ടിൽ ചെന്ന് ഇവർ വാങ്ങിക്കൊണ്ട് വന്നോ? പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ അംഗീകരിച്ച് ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹത തരാത്തത്? ഈ 7000 രൂപ കൊണ്ട് ഞങ്ങൾ തികയോ? ആർക്കെങ്കിലും തികയോ? ഇതിന് സാമ്പത്തികം ഉള്ളവർ കാണും, ഇല്ലാത്തവരാണ്. അത് നമുക്കറിയണ്ട. ഞങ്ങൾ കഷ്ടപ്പെട്ട കാശ് ഉണ്ടാ, അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വേറെ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. കിട്ടിയാലേ മാറുള്ളൂ, കിട്ടാതെ മാറയില്ല. ഇവർക്ക് രാഷ്ട്രീയമില്ല സാർ. ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെ പറയുമ്പോഴും അത്രയും വയ്യായികയിൽ കൂടിയാണ് ഈ സമരം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലർക്കും വയ്യ, അസുഖമാണ്. എന്നിരുന്നാൽ കൂടി തങ്ങളുടെ ആവശ്യം ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത്. രാപ്പകൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മാർഗങ്ങൾ, സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പക്ഷെ ഒരു വട്ടമെങ്കിലും ഇവരുടെ പ്രശ്നം എന്താണ്, ആ പ്രശ്നത്തിനുള്ള പരിഹാരം എങ്ങനെ കാണാം എന്നത് സർക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവർക്കെതിരെ പലർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. ഈ മഹാസംഗമം നടത്തി അവർക്കെതിരെ കേസെടുക്കുന്നു. കൂടാതെ ഈ ആരോഗ്യമേഖല സർക്കാർ സർക്കുലർ ഇറക്കുന്നു, ഈ ജോലിയിൽ ഉടൻ പ്രവേശിക്കണം, ഇല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നടക്കമുള്ള, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്നിട്ട് പോലും ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനം. ഒരു പക്ഷത്തും ഈ പ്രതിപക്ഷ പാർട്ടികളും മറ്റും അനുകൂല നിലപാടെടുക്കുമ്പോൾ സർക്കാർ എങ്ങനെ ഈ സമരത്തെ തടയാമെന്നൊരു രീതിയാണ് സ്വീകരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് 18 ദിവസമായി, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ച് ഉത്തരവാകും. ഞങ്ങളിവിടെ ആർക്കും തടസ്സമില്ല, ഞങ്ങൾ പോകുമല്ലോ. ഞങ്ങൾ പണ്ട് പറയുന്ന പാടത്ത് ജോലി ചെയ്താൽ വരമ്പത്ത് കൂലിയെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇത് വരമ്പത്തും ഇല്ല, ആ പ്രദേശത്തും ഇല്ല, ആ ജില്ലയിൽ പോലും ഇല്ല. അതായത് 3 മാസം കാത്തിരിക്കണം 1 മാസത്തെ വേതനത്തിന് വേണ്ടി. അത് ഞങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ഡിമാൻഡിൽ ഒന്ന് അതാണ്. പിന്നെ ഈ കിട്ടുന്ന വേതനത്തിലെല്ലാം മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മുഴുവൻ